ആന എഴുന്നള്ളിപ്പിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെതിരെ ചീഫ് ജസ്റ്റിസിന് പരാതി ലഭിച്ചിരിക്കുന്നു. ക്ഷേത്രോത്സവ സംഘാടക സമിതിയാണ് പരാതി നൽകിയത്. വിദേശ ഫണ്ടിംഗ് ഉള്ള NGOയുമായി ജഡ്ജിമാർക്ക് ബന്ധം എന്നാണ് ആക്ഷേപം. മതപരമായ ആചാരങ്ങളിൽ ഡിവിഷൻ ബെഞ്ച് കടന്നു കയറിയെന്നും അനാവശ്യ പരാമർശങ്ങൾ നടത്തി ഹിന്ദുക്കളെ അവഹേളിച്ചെന്നും പരാതിയിലുണ്ട്. ആന എഴുന്നള്ളിപ്പിൽ ബെഞ്ചിൽ മാറ്റം വേണമെന്ന ആവശ്യം കൂടി അവർ ഉന്നയിച്ചിട്ടുണ്ട്. രേഷ്മ, ഈ വാർത്തയുടെ കൂടി വിശദാംശങ്ങൾ എന്താണ്? ുമായി ബന്ധപ്പെട്ട് ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഒപ്പം തന്നെ ഈ ഉത്സവാഘോഷ സമിതികളിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു എതിർപ്പും വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ രേഖാമൂലം തന്നെ ചീഫ് ജസ്റ്റിസിന് പരാതി എത്തിയിരിക്കുന്നത്. ആ പരാതിയിൽ പറയുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പക്ഷപാതപരമായിട്ട് പെരുമാറുന്നു എന്നുള്ളതാണ്. അതായത് ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് P ഗോപിനാഥ് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ആന എഴുന്നള്ളത്ത് വിഷയം പരിഗണിച്ചുകൊണ്ട് മാർഗനിർദ്ദേശം പുറത്തിറക്കിയത്. അവർ നടത്തിയിട്ടുള്ള പരാമർശങ്ങളടക്കം ഹിന്ദു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളുണ്ട്. ഇത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഉത്സവാഘോഷ സമിതികളും അതിന്റെ അഭ്യുദയകാംക്ഷികളും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് നിലവിൽ പരാതി നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ചില ആക്ഷേപങ്ങൾ, ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ കൂടി ഈ ജഡ്ജിമാർക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. വിദേശ ഫണ്ടിങ്ങുള്ള NGOയുമായിട്ട് ഈ ജഡ്ജിമാർക്ക് ബന്ധമുണ്ട് എന്നുള്ള ഒരു ആക്ഷേപമാണ് പ്രസ്തുത പരാതിയിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. നേരത്തെ വക്കീലായിരുന്ന സമയത്ത്, അഭിഭാഷകരായിരുന്ന സമയത്ത് ഈ പറയുന്ന ഈ ക്യാപ്റ്റീവ് എലിഫന്റുമായി ബന്ധപ്പെട്ടുള്ള ദുരിതവുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയിലാണ് നിലവിൽ ആന എഴുന്നള്ളത്തിലെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. ആ ഹർജിക്കാരിൽ ഒരാളായിട്ടുള്ള ആ NGOയുടെ അഭിഭാഷകനായിരുന്നു പ്രസ്തുത ജഡ്ജിയായിട്ടുള്ള P ഗോപിനാഥ്. ആ വ്യക്തി നേരത്തെ അഭിഭാഷകനായിരുന്ന ഹർജിയിലെ ഹർജിക്കാരനാണ് നിലവിൽ ഈ പറയുന്ന ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലെ ഹർജിക്കാരൻ. അതുകൊണ്ട് തന്നെ തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്നുള്ള ഒരു ആക്ഷേപമാണ് ഈ പരാതിയിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. വിദേശ ഫണ്ടിങ് ഇക്കാര്യത്തിൽ ഇറങ്ങുന്നുണ്ട് എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സ്വാധീനം ജഡ്ജിമാരുടെ ഇടയിൽ ഇക്കാര്യത്തിൽ ഉണ്ടെന്നും ഈ ആരോപണമുണ്ട്. എന്തായാലും നിലവിൽ മതപരമായിട്ടുള്ള ചടങ്ങുകളിലടക്കം അനാവശ്യമായിട്ടുള്ള കൈകടത്തലുകൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ആക്ഷേപം പരാതിയിൽ പറയുന്നുണ്ട്. എന്നാലും ഇക്കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് ഇടപെട്ടുകൊണ്ട് ബെഞ്ച് മാറണമെന്നുള്ളതാണ് ആവശ്യം. അതായത് നിലവിൽ ഈ ആന എഴുന്നള്ളത്ത് വിഷയം പരിഗണിക്കുന്ന ജസ്റ്റിസുമാരായിട്ടുള്ള AK ജയശങ്കരൻ നമ്പ്യാർ, P ഗോപിനാഥ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ആ വിഷയം മാറ്റി മറ്റൊരു ബെഞ്ചിലേക്ക് ഈ വിഷയം കൊടുക്കണമെന്നുള്ളതാണ്. പക്ഷപാതപരമായിട്ടാണ് നിലവിലെ ബെഞ്ച് ഈ വിഷയം പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വിഷയം പരിഗണിക്കാൻ സാധിക്കുന്ന മറ്റൊരു ബെഞ്ചിലേക്ക് ഇത് മാറ്റണമെന്നും അതോടൊപ്പം തന്നെ ഈ വിദേശ ഫണ്ടിങ്ങുള്ള NGOയുമായിട്ട് ജഡ്ജിമാർക്ക് ബന്ധമുണ്ട് എന്നുള്ള തരത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താൻ ഉത്തരവിടണമെന്ന് കൂടി പരാതിയിൽ ആവശ്യം വന്നിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളാണ് ഈ വിഷയത്തിൽ ജഡ്ജിമാർക്കെതിരെ ഉന്നയിക്കപ്പെട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നടപടി ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഈ പരാതിയിൽ പറയുന്നുണ്ട്. എന്നാലും നേരത്തെ ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിലടക്കം ഹൈക്കോടതി കൃത്യമായിട്ടുള്ള ഇടപെടലുകളും ഒപ്പം തന്നെ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആനകൾ തമ്മിലുള്ള അകലം, അതോടൊപ്പം ആന എഴുന്നള്ളത്തിലെ ജനങ്ങളും ഈ ആനകളും തമ്മിലുള്ള അകലം, ഇതടക്കം കൃത്യമായിട്ട് പാലിക്കാത്ത പക്ഷം എഴുന്നള്ളത്തിന് അനുമതി കൊടുക്കരുതെന്നാണ് പ്രധാനമായിട്ടും ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശം. അതിനൊപ്പം തന്നെ ഈ മതപരമായിട്ടുള്ള ചടങ്ങ് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ചടങ്ങല്ല ആന എഴുന്നള്ളത്ത് എന്നുള്ളൊരു ആവശ്യമില്ലാത്തതാണ് എന്നാണ് ഈ പരാതിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ശരി രേഷ്മ.